നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തരം തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയധികം പ്രചാരം നേടിയ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ. 2-3 വർഷം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് പ്രചാരമില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഇത്രയധികം പേര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. ഈ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകളും പല നിറത്തിലും മണത്തിലും ഗുണത്തിലും രൂപത്തിലും ഭാവത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഈ ഒരു രംഗത്ത് കൂടി. അപ്പം അതിൻ്റെ അകത്ത് പലതരം തട്ടിപ്പുകളൊക്കെ വന്നു. ജനത്തിന് ആ ഒരു തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കുറച്ച് പതുക്കെ ഇങ്ങനെ മനസ്സിലായി വന്നു. കാരണം തട്ടിപ്പുകൾക്ക് ഉൾപ്പെട്ടിട്ടും അതിൻ്റെ ഒരു എന്താ പറയുന്നത് ന്യൂസായിട്ടൊക്കെ വരുമ്പോഴൊക്കെ രണ്ടാമത് അത്തരത്തിലുള്ളൊരു തട്ടിപ്പ് രണ്ടാമത് നടപ്പിലാവുന്നില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് സ്റ്റോക്ക് ടിപ്സ് കൊടുത്തിട്ടും F&O ട്രേഡിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടും ഓപ്ഷൻസ് ട്രെയിനിങ് കൊടുത്തിട്ടും അതിൻ്റെ കൂട്ടത്തിൽ F&O ടിപ്സും കൊടുത്തിട്ടും ഒക്കെ പണം ഉണ്ടാക്കുന്ന ഒരു സ്കീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ അകത്തൊക്കെ പോയവരൊക്കെ അതിൻ്റെ ബഹുഭൂരിപക്ഷവും 95% പേർക്കും അതുകൊണ്ട് ഒന്നുകിൽ ബെനിഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നഷ്ടം സംഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബിസിനസ് താരതമ്യേന കുറഞ്ഞു വന്നു. പിന്നെ അതിനുശേഷം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ അപ്രൂവലൊക്കെ ഉള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊരു വക നടക്കുന്നു. അപ്പോൾ അതിന് മിനിമം 50 ലക്ഷം രൂപ വേണം എന്നാണ് സെബി നിഷ്കർഷിക്കുന്നത്. അപ്പോൾ അതേസമയം 1 ലക്ഷം രൂപയുള്ളവർക്ക് വരെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ മാനേജ് ചെയ്ത് തരാൻ ലാഭത്തിൻ്റെ ഇത്ര ശതമാനം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ആ ഒരു തട്ടിപ്പ് ഒരു രീതി അങ്ങ് നടന്നു പോകുന്നു. അവരാകെ ബ്രോക്കറേജ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നോക്കാറ്. ആരോ പറഞ്ഞ പോലെ വായിക്കത് തോന്നിയത് ബോധയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പോലും അറിയാത്തവരൊക്കെയാണ് പലരും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ഒക്കെ നടത്തുന്നത്. അവരേതെങ്കിലും ഒന്ന് വാങ്ങിക്കും, ലാഭത്തിന് ചിലപ്പം ഒത്തു കിട്ടിയാൽ ലാഭമാവും, ഇല്ലെങ്കിൽ നഷ്ടമാവും എന്നുള്ള രീതിയിൽ. പക്ഷേ എന്തായാലും അവർക്ക് ബ്രോക്കറേജ് റവന്യൂ അവർക്ക് ലഭിക്കും. ഇതുപോലെയുള്ള കുറേ തട്ടിപ്പുകൾ ഇങ്ങനെ നടന്നു പോയി പലതും എന്താ പറയുന്നത് ഫെയ്ഡ് അവേ ആയി പോകുന്ന സമയത്ത് പുതിയ തരത്തിലുള്ള തട്ടിപ്പാണ് കഴിഞ്ഞൊരു ഒരു വർഷത്തിൻ്റെ താഴെയായിട്ട് നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ള പേരിൽ നടക്കുന്ന തട്ടിപ്പുകളാണ്. അപ്പോൾ ഈ ഒരു തട്ടിപ്പുകളെ കുറിച്ച് നമ്മുടെ തന്നെ ഫണ്ട് 360 കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഒരു തവണ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു വീക്കെൻഡിൽ എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് ഈ പ്രൈവറ്റ് ഇക്വിറ്റി തട്ടിപ്പുകളിൽ പെട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ തട്ടിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഫസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ അകത്തോ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു: 3 മാസം മുമ്പ് ഈ സ്റ്റോക്കിൻ്റെ വില 35 പൈസയായിരുന്നു, അതിൻ്റെ വില ഇപ്പോൾ 4.5 രൂപയായി മാറി. ഇതേപോലുള്ള സ്റ്റോക്ക് ടിപ്പുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിൻ ഫോമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള ഒരെണ്ണത്തിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു. എല്ലാം ഫ്രീ ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തട്ടിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു എന്നപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ദിവസവും ഇവർ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഫണ്ടമെൻ്റൽസിനെ കുറിച്ചും ടെക്നിക്കൽസിനെ കുറിച്ചൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്. അതൊന്നും പൈസയൊന്നും വാങ്ങിക്കുന്നില്ല. മറ്റു പല ട്രെയിനിങ്ങുകളെ പോലെ ഇതിന് ശേഷം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ജോയിൻ ചെയ്യുക അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്ന ഈ ട്രെയിനിങ്ങിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ കെയർ ഏജൻറ്റ് പോലത്തെ ഒരാളും ഉണ്ട്. കറക്റ്റ് ടൈമിൽ അലേർട്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഓൺലൈൻ ട്രെയിനിങ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം 1 ലക്ഷത്തിൻ്റെ മുകളിലാണെന്നുള്ള ഏറ്റവും വലിയ തമാശ. പലയിടത്തുനിന്നായിട്ട് 1 ലക്ഷത്തിലേറെ പേര് സൈമിൾട്ടേനിയസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുകിൽ അത് ശരിയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ തന്നെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്പർ ഇട്ട് കാണിക്കുന്നതാകാം. രണ്ടാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ വളരെ ഇങ്ങനെയുള്ള മുകളിലേക്ക് പോകുന്ന പല കമ്പനികളുടെയും റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് അവേഴ്സിൻ്റെ ഒരു 1 മണിക്കൂറൊക്കെ മുമ്പായിട്ട്, ക്ലോസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് ഇങ്ങനത്തെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ആ റെക്കമെൻഡേഷൻസ് മിക്കവാറും അപ്പർ സർക്യൂട്ടിലുള്ളതായിരിക്കും. 99.9% അപ്പർ സർക്യൂട്ടിലുള്ള ഒരു സ്റ്റോക്കായിരിക്കും. നമുക്കറിയുന്ന പോലെ തന്നെ അപ്പർ സർക്യൂട്ടിലുള്ള ഒരു സ്റ്റോക്ക്, പ്രത്യേകിച്ച് അത് കുഞ്ഞൻ സ്റ്റോക്കുകളൊക്കെയാണ്, അതിൽ ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്കാണെങ്കിൽ അത് ഇന്ന് അപ്പർ സർക്യൂട്ടിലാണെങ്കിൽ മിക്കവാറും അത് നാളെ അപ്പർ സർക്യൂട്ടിലായിരിക്കും. കാരണം അപ്പർ സർക്യൂട്ടിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ പ്രത്യേകിച്ച്. പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അപ്പർ സർക്യൂട്ടിലായതുകൊണ്ട് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ ഇത് എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേയിലേക്ക് അപ്പർ സർക്യൂട്ടിലായിരിക്കും. ഇന്നൊരു 20% ആണെങ്കിൽ നാളെ 20% തന്നെയായിരിക്കും.
പിറ്റേ ദിവസം അവർ ഇത് എത്ര പേര് വാങ്ങിച്ചു എന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവ് പേരൊക്കെ നമുക്ക് സാധാരണ ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇതിനകത്ത് കുറേ പേരൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിറ്റേ ദിവസം അവർ പറഞ്ഞു ഞങ്ങൾക്ക് 20% ലാഭം കിട്ടി ഒരു ദിവസം. കാരണം ഇവർ ഇതിൻ്റെ അകത്ത് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ 10,000% വരെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാമെന്നാണ്. അതായത് ഏകദേശം 100 ഇരട്ടി വരെ നിങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാമെന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ദിവസം തന്നെ 20%, 30% ഒക്കെ ലാഭം ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു സത്യമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പം ഇത് എടുത്തു എന്ന് അവകാശപ്പെടുന്നവർ പിറ്റേ ദിവസം 20% ഞാൻ വിറ്റു എന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഇവർക്ക് എങ്ങനെ അത് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ കസ്റ്റമർ കെയർ ഏജൻസും അവരൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നത് നമുക്കിവിടെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർ സർക്യൂട്ടുള്ള സ്റ്റോക്കുകൾ പോലും നിങ്ങൾക്ക് വേറൊരു റൗട്ടിൽ കൂടി വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഏറ്റവും വലിയ തമാശ, പ്രൈവറ്റ് ഇക്വിറ്റി എന്താണെന്നോ ബൾക്ക് ഡീൽ എന്താണെന്നോ ബ്ലോക്ക് ഡീൽ എന്താണെന്നോ ഒക്കെ അറിയാത്തവരും ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷവും ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് എല്ലാം വിശ്വസിക്കുക എന്നുള്ളതാണ് സത്യം. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മുടെ ഫണ്ടഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് നമ്മളും ഈ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഓഫീസിൽ നിന്നുള്ള പുള്ളി ജോയിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ തമാശയുള്ള പല പല സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളൊക്കെയാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ഉള്ളതിൻ്റെ അകത്ത് 1000 ചില്ലാനം പേരിൻ്റെ അകത്ത് ഏകദേശം 300ഓളം പേര് ഇവരുടെ തന്നെ സ്വന്തം ആളുകളാണ്. അവർ തന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് മണീസൊക്കെ പോലെ സാക്ഷ്യപത്രങ്ങൾ പോലെ ഇടുന്നത് ഞാൻ കഴിഞ്ഞ 4-5 വർഷങ്ങളായി എല്ലാ വർഷവും ഞാൻ എൻ്റെ പണം 20 ഇരട്ടിയാക്കുന്നു 30 ഇരട്ടിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൻ്റെ അകത്തേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നു. അതിനുള്ള ലിങ്ക് അയച്ചു കൊടുക്കുന്നു. സെബി രജിസ്റ്റേർഡ് റിവ്യൂ ഫോമാണെന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അയക്കുക. ആകെ അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർ സെക്യൂരിറ്റിയുള്ള സ്റ്റോക്കുകൾ പോലും വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ഇൻ്റർഫേസും ഒക്കെ കൊടുക്കും. എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുന്നു. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ മോശമില്ലാത്തൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഇവർ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുള്ളൂ. നിങ്ങളൊരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയൊക്കെ ഇടുന്നുള്ളെങ്കിൽ അവരത് കൊടുക്കില്ല ഈ ഒരു പ്രസ്ഥാനത്തിൽ. കാരണം ചെറിയ ചെറിയ ഇതിൻ്റെ അകത്തൊക്കെ ഒന്നും പൈസയൊന്നും വാങ്ങിക്കാൻ അവർക്ക് ഉദ്ദേശമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അവർ തരുന്നൊരു സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു XYZ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണെന്നിരിക്കട്ടെ, അത് അപ്പർ സെക്യൂരിറ്റി 20% ആണെങ്കിലും അതിൻ്റെ അകത്ത് ആ ഒരു ഇൻ്റർഫേസ് ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ബൈ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര എമൗണ്ടിന് എക്സിക്യൂട്ടഡ് ആവും. അപ്പോൾ എക്സിക്യൂട്ട് ആവുമ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എക്സിക്യൂട്ട് ആവുന്നത് നമ്മുടെ സെബിയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളോ അംഗീകരിച്ചിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ അകത്തോ മാർക്കറ്റ് ഇൻ്റർമീഡിയറിക്കോ അകത്തോ ബ്രോക്കറുടെ ഇടയ്ക്ക് അല്ല എക്സിക്യൂട്ട് ആവുന്നത്, ഇവരുടെ അടുത്താണ്. ഒരു നമ്മൾ പണ്ടത്തെ കാലത്ത് പറയുന്നത് ഡബ്ബ ട്രേഡിംഗ് പോലെ. ഇതപ്പം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റിയിലോ വരുന്നില്ല. ഇതവിടെ ഇവർ പറയുന്ന ഒരു ഇൻ്റർഫേസിൻ്റെ അകത്ത് 10 റിലയൻസ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ 10 റിലയൻസ് അവിടെ കാണിക്കുന്നു എന്ന് മാത്രം. ചില ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വാങ്ങിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കണ്ട് ആത്മനിർവൃത്തി അടയാമെന്നുള്ളത് മാത്രം. അപ്പോൾ ഇത് വാങ്ങിക്കുന്നു, പിറ്റേ ദിവസം 20% വരുന്നു, നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പ്രശ്നങ്ങൾ, സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ലഭിക്കും. പിറ്റേ ദിവസം നിങ്ങൾ അവർ കൊടുക്കുന്ന സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അനുസരിച്ച് വേറെ ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ വീണ്ടും 20% എത്തുമ്പോൾ സെല്ല് ചെയ്യാം. ഇതുപോലെ നടന്നു പോകും. ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, മിക്കവരും ആദ്യം ഒരു 1 ലക്ഷം രൂപ ഇടുന്നു. പിന്നെ ഈ ഒരു ലാഭം കാണുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1 ലക്ഷം രൂപ, ചിലപ്പോൾ 2 ലക്ഷം രൂപയാവും. അപ്പോൾ ലാഭം കാണുമ്പോൾ കടം വാങ്ങിച്ചിട്ട് പോലും 10 ലക്ഷം രൂപ ഇടുന്നു, പിന്നെ 20 ലക്ഷം രൂപ ഇടുന്നു. ഇങ്ങനെ കൂട്ടി പോകും. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ അകത്തോ തട്ടിപ്പ് കമ്പനികളിലോ ബ്ലേഡ് കമ്പനികളിലോ സംഭവിക്കുന്ന അതേ സംഭവം തന്നെ. ഇതിനകത്ത് വിഡ്രോവലിന് വേണ്ടി നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ തമാശ. വിഡ്രോവൽ മിനിമം 6 മാസം കഴിഞ്ഞിട്ടൊക്കെ അപ്രൂവൽ ആവുള്ളൂ എന്നുള്ള ഒരു മെസ്സേജൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കമ്പനി പൂട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഈ ഒരു സൈറ്റ് ഇപ്പോൾ തപ്പി നോക്കിക്കഴിയുമ്പോൾ അത് എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് കാര്യം. ടെമ്പററി ഡൗൺ ഫോർ മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരിങ്ങനെ പല പല ക്യാൻവാസിങ് നടത്തിയിട്ട് പണം ഇതിൻ്റെ അകത്ത് ഇടുന്നു. അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വാങ്ങിക്കുന്നു, അവിടെ ലാഭം ഉണ്ടായതായിട്ട് കാണിക്കുന്നു. പക്ഷേ ഈ പണം തിരിച്ചെടുക്കാൻ മാത്രം പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേപോലെയുള്ള ഒട്ടനേകം കമ്പനികളുണ്ട്, ഒട്ടനേകം തട്ടിപ്പ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവയെല്ലാം നിർബാധം ഇവിടെ പ്രവർത്തിക്കുന്നു. അടുത്തിടെ RBI ഒരു സർക്കുലർ ഇറക്കി ഇതേപോലത്തെ ഒരു കാര്യം പറഞ്ഞിട്ട്, അതിൻ്റെ പുറകെ സെബിയും ഇറക്കി. അതായത് ഇതേപോലത്തെ ഡബ്ബ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് പോലത്തത് കുറേ ഉണ്ട്, അതിൻ്റെ അകത്ത് തട്ടിപ്പുകളിൽ വീണു പോകരുത്. കാരണം ഇത് എവിടെയും ഈ പറഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങിക്കുന്നത് എവിടെയും വാങ്ങിക്കുന്നുമില്ല, എവിടെയും രജിസ്റ്റർ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തട്ടിപ്പ് നടത്തിയാൽ പോലും നിങ്ങൾ സെബിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് അടിച്ച് ചെന്നിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇക്വിറ്റി എന്നും ബൾക്ക് ട്രേഡിംഗ് എന്നും ഒക്കെ പറഞ്ഞിട്ട് വരുന്ന പലരെയും നിങ്ങൾ കരുതിയിരിക്കുക.
കാരണം ചിലരൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ ബൾക്ക് ഡീൽസ് ആണ് നടത്തുന്നത്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്കും കൂടി തരാമെന്ന് തൊട്ടാണ്. കാരണം ബൾക്ക് ഡീൽസ് നടത്തുന്നത് നമുക്ക് പലപ്പോഴും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രീ ഡിഫൈൻഡ് പ്രൈസിലാണ് പോകുന്നത്. മാർക്കറ്റ് പ്രൈസിനേക്കാളും ചിലപ്പം അത് കുറഞ്ഞിട്ടാകാം, ചിലപ്പോൾ കൂടുതലാകാം, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാകാം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ 150 കോടി രൂപയൊന്നും ഒരു സിംഗിൾ ഡീലിന് വേണ്ടി മുടക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്കും കൂടി തരുന്നു എന്നുള്ളതാണ് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് പല ടെക്നിക്കൽ ടെർമിനോളജീസ് ഒക്കെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ഒട്ടനേകം പേർ നിങ്ങൾ ചുറ്റും ഉണ്ടാകും. വലിയ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വീഴ്ത്താൻ വേണ്ടി ഒട്ടനേകം പേരുണ്ടാകും. ഇന്നത്തെ രീതി ഇതെല്ലാം വളരെ സ്ക്രിപ്റ്റഡ് തട്ടിപ്പുകൾ എന്നുള്ള രീതിയിലാണ് നടത്താറ്. വളരെ വെൽ പ്ലാൻഡ് ആണ്. അതിനകത്ത് ഏതാണ് തട്ടിപ്പ് ഏതാണ് നല്ലതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലൊക്കെയാണ് നടത്താറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പ് ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ നോക്കുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടതായിരിക്കാൻ നോക്കുക. ചില ഇതുപോലത്തെ പല തട്ടിപ്പുകളൊക്കെ നമ്മൾ തുറന്നു കാട്ടുമ്പോൾ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറഞ്ഞ ഈ ഒരു കാര്യം 6 മാസം മുമ്പ് പറഞ്ഞു, പക്ഷേ ഇപ്പോഴും നിർബാധം തുടരുന്നു, എന്നിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള പറയുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഏത് സമയത്താണ് തട്ടിപ്പ് പുറത്തു വന്നിട്ട് പൊളിയുക എന്നുള്ളതും നമുക്കൊന്നും അറിയുന്നില്ല. അതുവരെയുള്ള നഷ്ടപ്പെട്ട ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടമായിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്, നിങ്ങൾ ലാഭമായിട്ട് തന്നെ കണക്ക് കൂട്ടണം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ഇവിടെ ഒരു നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്. നമ്മൾ ലാഭം മാത്രമല്ല നോക്കേണ്ടത്, ഇവിടുത്തെ നിയമവും നിയമ സംവിധാനങ്ങളും അനുസരിച്ച് ഉള്ള പ്രവൃത്തികൾ നമ്മൾ ഒരു നല്ല പൗരൻ എന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദുരാഗ്രഹം പലപ്പോഴും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.